Good morning. Good morning, ma'am. Good Good morning, miss. morning, ma'am. Good morning. എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ? നമ്മൾ എടുത്തത് ഫങ്ഷൻസ് വരെയാണല്ലോ എടുത്തത്. ഓക്കെ, എന്തൊക്കെ ഫങ്ഷൻസ് ആയിരുന്നു? ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഫങ്ഷൻസ് പറഞ്ഞു നോക്കിയൊന്ന്. ഏതൊക്കെയായിരുന്നു ഫങ്ഷൻസ്? ഡെയിലി ക്ലീനിങ് ഉണ്ടായിരുന്നു. പിന്നെ ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം നൽകുക, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുക, ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഉയർത്തിക്കാട്ടുന്നതിന്, പിന്നെ ഹൗസ് കീപ്പിംഗിലൂടെ ഫങ്ഷൻസ് ആണ് ചോദിച്ചത്. ഹൗസ് കീപ്പിംഗിന്റെ ഫങ്ഷൻസ്, ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ് പഠിച്ചില്ലേ നമ്മള്? അത് വിവിധ ജോലികൾ വകുപ്പ്, ഡെയിലി ദൈനംദിന അടിച്ചുവാരല്, വൃത്തിയാക്കല്, തുടക്കല്, പൊടികൾ വൃത്തിയാക്കൽ എന്നിവ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്. പീരിയോഡിക് ക്ലീനിങ്ങിൽ എന്തൊക്കെയാ വരുന്നത്? പീരിയോഡിക്കില് ഇതൊക്കെ തന്നെ അല്ലെ? ജനാലകളുടെ തറമിനിക്കല്, പരവതാനി, ഡൈപ്പേഴ്സ് മാറ്റല് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഡൈപ്പേഴ്സ്, തുണി, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്തായിരുന്നു? ആശുപത്രിയിലെ ചപ്പുചവറുകൾ, മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് ഒരു പ്രത്യേക ഇത്, പിന്നെ കണ്ടെയ്നറില് ഇൻസിനറേഷൻ, പിന്നെ കത്തിച്ച് കളയുന്ന കത്തിച്ച് കളയും. ഡിസ്ചാർജ് ക്ലീനിങ് എങ്ങനെയായിരുന്നു? ഡിസ്ചാർജ് ക്ലീനിങ് ഒരു ഡിസ്ചാർജ് കഴിഞ്ഞാൽ രോഗിയുടെ മുറി വൃത്തിയാക്കുകയും മറ്റൊരു രോഗിക്ക് വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്ത് തയ്യാറാക്കുകയും ചെയ്യുന്നത്. എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ്സ് എന്തായിരുന്നു അത്? ചെറുപ്രാണികളെയും കീടങ്ങളെയും ഒക്കെ നശിപ്പിച്ചു കളയും. പിന്നെ രണ്ട് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? അണുബാധ തടയുകയും നല്ല രോഗപരിചരണത്തിനുള്ള സാഹചര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡോർ സസ്യങ്ങൾ വെള്ളമൊഴിച്ചിട്ട് വെള്ളം ഒഴിക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു അവരുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. രണ്ട് തരത്തിലുള്ള ടൈപ്സ് ആണ് ഹൗസ് കീപ്പിംഗിനുള്ളത്. ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇപ്പൊ ചോദിക്കാം ഏതൊക്കെ ടൈപ്സ് ആണ് ഹൗസ് കീപ്പിംഗിനുള്ളത്? ഇൻ ഹൗസ് സർവീസസും ഉണ്ട്, ഔട്ട്സോഴ്സിംഗ് സർവീസും ഉണ്ട്. ഇനി ഇൻ ഹൗസ് സർവീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻസോഴ്സ് സർവീസിങ്. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇൻ ഹൗസ് സർവീസിനെ പറയുന്ന മറ്റൊരു പേര്, അനദർ നെയിം ആണ് ഇൻസോഴ്സ് സർവീസസ്. ചാപ്റ്റർ ഒന്ന് പറഞ്ഞു കൊടുക്കോ. ഹൗസ് കീപ്പിംഗ് ചാപ്റ്റർ, 4th മൊഡ്യൂളില് ഹൗസ് കീപ്പിംഗ്. ഇൻ ഹൗസ് സർവീസിന്റെ അനദർ നെയിം ആണ് എന്ത്? ഇൻസോഴ്സ് സർവീസിങ് കേട്ടോ. ഇനി എന്താണ് മറ്റേ ടൈപ്പ് 2 ഏതാണ്? ഔട്ട്സോഴ്സിംഗ് സർവീസസ്. രണ്ട് തരത്തിലുള്ള ടൈപ്പുകളാണ് ഹൗസ് കീപ്പിംഗിനുള്ളത്. ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇനി ഇൻസോഴ്സ് സർവീസസ് അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒരു 1 ലൈൻ ഉള്ളൂ. പറയട്ടെ മിസ്? എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. In-source service is the practice of assigning this work
to existing employees. To existing employees. In-source services is the practices of assigning this work to existing employees. എന്താണ് ഇവിടെ ഇൻസോഴ്സ് സർവീസ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ? എന്താണ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള അല്ലെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ കൊണ്ട് അല്ലെങ്കിൽ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയാണ് ഇൻസോഴ്സ് സർവീസസ് അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസസ്. മനസ്സിലായോ? ഇൻസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഉള്ള സ്റ്റാഫുകൾ അല്ലെ ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റാഫുകളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നത്? ജോലി ചെയ്യിപ്പിക്കുന്ന രീതി. ഇനി ഔട്ട്സോഴ്സ് സർവീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കാം? എങ്ങനെയായിരിക്കാം? പുറത്തുള്ള സ്റ്റാഫുകൾ അല്ലെ? ഏത് തരത്തിലുള്ള സ്റ്റാഫുകളായിരിക്കാം? എങ്ങനെയായിരിക്കാം? നമ്മൾ പഠിച്ചില്ലേ കോൺട്രാക്ട് ബേസിലൊക്കെ? അങ്ങനെയുള്ള സ്റ്റാഫുകളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വർക്ക് ചെയ്യുന്നത്. നോക്കിക്കോളൂ, എഴുതിയെടുത്തോളൂ കേട്ടോ. ഔട്ട്സോഴ്സിംഗ് സർവീസസ് is the practice of outsourcing services is the practice of hiring an outside company or contractor to perform work. ജോലി ചെയ്യുന്നതിനായി പുറമെയുള്ള കമ്പനിയെയോ കരാർ അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതി. ഓക്കെ, അപ്പോ ഔട്ട്സോഴ്സ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി ചെയ്യിപ്പിക്കുന്നതിനായിട്ട് പുറമെയുള്ള കമ്പനിയെയോ അല്ലെങ്കിൽ എന്താണ് കരാർ അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതിയാണ്. ഓക്കെ ആണോ? ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അതിന്റെ ഡിഫറൻസ് കേട്ടോ. ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇൻ ഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസസും എലമെന്റ്സ്. ഫസ്റ്റ് വൺ ആണ് നമ്പർ. ഇൻ ഹൗസ് സർവീസസിൽ എന്താണ്? എന്താ മോളെ പറയേണ്ടത്? രണ്ടും പറയണോ? ഇൻ ഹൗസ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് പറയണോ? എന്താ പറയേണ്ടത്? ഔട്ട്സോഴ്സ് സർവീസസ് എന്ന് പറഞ്ഞാല് ഈസ് ദ പ്രാക്ടീസ് ഓഫ് hiring an outside company or contractor to perform work. എഴുതിയോ? അത് കിട്ടിയോ? ജോലി ചെയ്യിപ്പിക്കുന്നതിനായി പുറമെയുള്ള കമ്പനിയെയോ കരാർ അടിസ്ഥാനത്തിലോ ആളുകളെ നിയമിക്കുന്ന രീതിയാണ്. ഓക്കെ, ഇനി നോക്കിയേ നമ്പർ അല്ലെ? ഇൻ ഹൗസ് സർവീസസിൽ എന്തായിരിക്കും? ഫിക്സഡ് ആസ് പെർ ഓതറൈസേഷൻ. എന്താ പറയുന്നത്? നമ്പർ എന്താണ്? ഇവിടെ നമ്പർ ഫിക്സഡ് ആയിരിക്കും അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ഫിക്സഡ് ആയിരിക്കും. നമ്മുടെ നമ്പർ ഫിക്സഡ് ആണ്. ആ ഫിക്സഡിന്റെ അടിയിലൊന്ന് മാത്രം ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ, അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി എന്താണ്? ഔട്ട്സോഴ്സ് സർവീസസ് ക്യാൻ വാരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡ് അനുസരിച്ച് എന്ത് ചെയ്യും? വ്യത്യാസപ്പെട്ടിരിക്കും. വാരി. അതിന്റെ അടിയിൽ ഒന്ന് വരച്ചു വെക്കാം. ഇവിടെ നമ്പർ ഇൻസോഴ്സ് സർവീസസിൽ ഫിക്സഡ് ആയിരിക്കും, ഔട്ട്സോഴ്സ് സർവീസസിൽ അത് വാരി ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ ആയോ? ഇനി എന്താണ്? കൺട്രോൾ അല്ലെ? മേൽനോട്ടം വഹിക്കുക. ഇവിടെ ആരായിരിക്കും? ഇൻ ഹൗസ് സർവീസസിൽ ആരായിരിക്കാം കൺട്രോൾ ചെയ്യുന്നത്? ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഔട്ട്സോഴ്സിൽ എന്താണ്? ത്രൂ കോൺട്രാക്ടർ. കോൺട്രാക്ട് ബേസിലാണല്ലേ നമ്മള് ജോലി ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഔട്ട്സോഴ്സ് സർവീസസിൽ കോൺട്രാക്ടർ ആണ് അവരെ ഡയറക്റ്റ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്താണ്? ഡിസിപ്ലിൻ, പരിശീലനം നൽകുന്നത് അല്ലെ? 1 minute കേട്ടോ,
1 മിനിറ്റ് വായിച്ചു നോക്കട്ടോ. കൺട്രോൾ നമ്മൾ പറഞ്ഞില്ലേ, ഡയറക്റ്റ് കൺട്രോൾ ആണ് ഇൻ ഹൗസ് സർവീസസിൽ. ഔട്ട്സോഴ്സ് സർവീസസിൽ എങ്ങനെയാണ്? കോൺട്രാക്ടർ ആയിരിക്കാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെന്താണ്? ഡിസിപ്ലിൻ, പരിശീലനം എങ്ങനെയാണ്? ഇൻ ഹൗസ് സർവീസസിൽ ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊസീജിയറും എഴുതി ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും, പോളിസീസ് ആയാലും ഓവറോൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നവരാണ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? മെയിൻ ഉത്തരവാദിത്തം, ഡിസിപ്ലിൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവരായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഔട്ട്സോഴ്സ് സർവീസസിൽ എന്താണ് റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? കോൺട്രാക്ടർക്കാണ്. പിന്നെന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് അല്ലെ, സ്റ്റാഫിന്റെ തുടർച്ച എങ്ങനെയാണ്? assure hence standards of service can be more stable. അവർക്ക് എന്താണ്? സ്ഥിരത അല്ലെ. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, അവിടെ എന്താണ്? സ്റ്റാഫിന്റെ തുടർച്ച അല്ലെങ്കിൽ അവിടെ നിലനിൽപ്പ് എന്താണ്? സ്ഥിരതയുണ്ട്, സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ച് ഹാൻഡ്സ്, സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി വാരി അല്ലെ. എന്താണ്? സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അവരുടെ സ്റ്റാഫില് വരുന്ന ചേഞ്ചുകൾ അല്ലെ, സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇങ്ങനെ ചേഞ്ചസ് വന്നിരിക്കും. ഓരോ സ്റ്റാഫിനും ചേഞ്ചസ് വന്നിരിക്കും. കാരണം എന്താണ്? കോൺട്രാക്ട് അടിസ്ഥാനത്തിനാണല്ലേ. ചിലവർക്ക് എന്താണ്? ചിലപ്പോൾ 6 മാസം ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ 1 വർഷം ജോലി ഉണ്ടാവാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? കോൺട്രാക്ട് അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പിന്നെന്താണ്? ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. എന്താണ്? ലീവ് കിട്ടോ ഇവിടെ? നോ ലീവ് റിലീഫ് ആണ് എവിടെയുള്ളത്? ഇല്ല. ഇൻ ഹൗസ് സർവീസസിലുള്ളത് നോ ലീവ് റിലീഫ് ആണ്. ഇവിടെ എങ്ങനെയായിരിക്കാം? ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയായിരിക്കാം? കോൺട്രാക്ടർ provides leave relief if so specified in TORS. എന്താണ്? ടേംസ് ഓഫ് റെഫറൻസ് അവര് പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ എന്താണ് ലീവ് പറയുമ്പോ എന്താണ്? ചിലപ്പോ പനിയോ ജലദോഷോ അവരുടെ എന്താണെന്നുള്ളത് ലീവ് നൽകുന്നുണ്ട്, ലീവ് നൽകുന്നു അല്ലെ. അവരുടെ റെഫറൻസ് അനുസരിച്ചിട്ട് അവർ കൊടുത്തിരിക്കുന്ന റെഫറൻസ് എന്താണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കാം അവിടെ കോൺട്രാക്ടർ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ, ജോബിന്റെ വിവരണം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവരണം. ജോബ് എങ്ങനെയാണ്? laid down by authorities അല്ലെ. എന്താണ്? അധികാരികള് നിശ്ചയിച്ച പ്രകാരമായിരിക്കാം എന്ത് ഓരോരുത്തർക്കും ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്. അവര് ഇൻഹൗസ് സർവീസിലാണെങ്കിൽ എന്താണ്? അധികാരികള് നിശ്ചയിച്ച പ്രകാരമാണ്, അതോറിറ്റി നിശ്ചയിച്ച പ്രകാരം. പിന്നെന്താണ്? ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാണ്? as per the terms of reference of contract. കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ച് ആയിരിക്കും അവർക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജോലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ക്ലിയർ ആയോ? എന്ത് ജോലി ചെയ്യണം എന്നുള്ളതൊക്കെ എങ്ങനെയാണ്? കോൺട്രാക്റ്റിന്റെ നിബന്ധനകൾ അനുസരിച്ചിട്ടാണ്. ക്ലിയർ ആയോ? ഇനി എന്താണ്? 7th പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ് എൻഷുറിംഗ് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. ഇവിടെ ഇൻഹൗസിൽ എങ്ങനെയാണ്? ചില സമയങ്ങളില് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കാം. അല്ല പ്രത്യേക ചിലപ്പോ എന്താണ്? ചില റീസൺസ് ഉണ്ടാവാം. ചിലപ്പോ അവരെ ആരും സൂപ്പർവൈസ് ചെയ്യാനില്ലാത്തത് കൊണ്ടാവാം ഇന്ന ജോലി ചെയ്യണം എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരാളില്ലാത്തത് കൊണ്ടാവാം അവര് ചിലപ്പോ
അവരുടെ ചെയ്യുന്ന ജോലിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് ചില സമയങ്ങളിൽ. പിന്നെ എന്താണ് ഇവിടെ എങ്ങനെയാണ് ഔട്ട്സോഴ്സ് സർവീസസിൽ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി spelled out with inbuilt penalties for poor performance. അവര് ഇവിടെ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഡെലിവർ ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് വേണം അവർ ചെയ്യാനായിട്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട്. അങ്ങനെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം അവിടെ? പെനാലിറ്റി അല്ലെ, പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്? ഇൻ ഹൗസ് സർവീസിലാണെങ്കിൽ നമ്പർ എന്താണ്? ഫിക്സഡ് ആണ്. ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്താ? കൺട്രോൾ, ഡയറക്റ്റ് കൺട്രോൾ ആണ് ഇൻ ഹൗസ് സർവീസിൽ. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിൽ എന്തായിരിക്കും? കോൺട്രാക്ടർ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെന്താണ്? ഡിസിപ്ലിൻ ആരാണ് ഇൻ ഹൗസ് സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ആണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉള്ളത്. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? കോൺട്രാക്ടർക്കാണ്. പിന്നെ എങ്ങനെയാണ്? സ്റ്റാഫിന്റെ തുടർച്ച അല്ലെ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. ഇൻ ഹൗസ് സർവീസിലാണെങ്കിൽ എന്താണ്? സ്റ്റേബിൾ ആണ്. ഇനി ഇവിടെ എങ്ങനെയാണ്? ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്? ലീവ് ഇൻ ഹൗസ് സർവീസിൽ ഇല്ല, ലീവ് ഇല്ല. അതുപോലെ തന്നെ എന്താണ്? ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ അവരുടെ റെഫറൻസ് അനുസരിച്ചിട്ട് കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ്? അതോറിറ്റി അല്ലെ, അധികാരികള് പറയുന്ന പ്രകാരം അല്ലെങ്കിൽ നിശ്ചയിച്ച പ്രകാരമായിരിക്കും അവിടെ ജോബ് കൊടുക്കുന്നത്. ഔട്ട്സോഴ്സിലാണെങ്കിൽ എങ്ങനെയാണ്? കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ചാണ് അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റി എങ്ങനെയാണ് ഇവിടെ? ക്വാളിറ്റി ചില സമയങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇൻ ഹൗസ് സർവീസിൽ. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിലാണെങ്കിൽ നല്ല രീതിയിൽ അവർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ പെനാൽറ്റി ഈടാക്കുന്നുണ്ട്, പിഴ അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അവർ. ഓക്കെ, വായിച്ചു നോക്കിയ ഡിഫറൻസ്. വായിച്ചോ ഡിഫറൻസ്? ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, അധികം ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത ഭാഗത്തോട്ട് പോട്ടെ മിസ്. ഔട്ട്കംസ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഔട്ട്കംസ് എന്താ? പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? ഹൗസ് കീപ്പിംഗിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. ഫസ്റ്റ് വൺ, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുകയും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹൗസ് കീപ്പിംഗ് നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്യുന്നത് വഴി നമ്മളെ ആ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്? കർട്ടേൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. എന്താണ്? രോഗികളുടെ അല്ലെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന സമയം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ മനസ്സിലായോ? രോഗികളുടെ ഹോസ്പിറ്റലിൽ അധികം നാള് നിലനിൽക്കുന്നത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സ്റ്റേ എന്താണ്? അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ്? റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. അത് മനസ്സിലായില്ലേ?
മനസ്സിലായോ? എന്താണ് മെഡിക്കൽ കെയറിന്റെ, നമ്മളിപ്പോ അധികം നാള് ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ മെഡിക്കൽ കെയറിന്റെ കോസ്റ്റ് എന്താണ് കുറയ്ക്കുന്നുണ്ട്. മരുന്നൊന്നും വാങ്ങിക്കാനായിട്ട് അധികം വേണ്ടി വരുന്നില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് വീട്ടിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കെയറിന്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പേഷ്യൻസ് സഫറിങ്, എന്താണ് രോഗിയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ ആണോ? കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെന്താണ് ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻസ്, അല്ലെ, പബ്ലിക് റിലേഷൻ തീവ്രമാക്കുന്നുണ്ട്. ഇന്റൻസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് തീവ്രമാക്കുക, അല്ലെ, പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ തീവ്രമാക്കാനായിട്ട് നമ്മൾ പഠിച്ചില്ലേ. എന്താണ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഇടയിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ഓർമ്മയുണ്ടോ വായിച്ചതൊക്കെ? ആര് വായിക്കുന്നല്ലേ? ഓർമ്മയുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പബ്ലിക് റിലേഷൻ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് തീവ്രമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ് ഇൻക്രീസ് പോപ്പുലാരിറ്റി എന്നാക്കണം കേട്ടോ അവിടെ. ഇൻക്രീസ് പോപ്പുലാരിറ്റി, എൻഹാൻസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ പോപ്പുലാരിറ്റി ആക്കണം. ഇൻക്രീസസ് പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു, അല്ലെ. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് ആണെങ്കിൽ എന്താണ് കസ്റ്റമേഴ്സിന് ഗുഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആളുകള് പലരോടും പോയി പറയും അവിടെ കെയർ കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടാണ്, നല്ല ക്ലീൻ ആയിട്ട് നല്ല എന്താണ് സ്റ്റെറിലൈസേഷൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ അവിടെ കൊടുക്കുന്ന കെയർ നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. എന്താണ് ആ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ് പബ്ലിക്കിൽ കൂടാനായിട്ട്, നിലവാരം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് എന്ത് ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു, ഇൻക്രീസ് പോപ്പുലാരിറ്റി. ഇനി എന്താണ് മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, അല്ലെ. എന്താണ് നല്ല രീതിയിൽ പേഷ്യൻസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുത്താം. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്കംസ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് ഇതിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അധികം നാൾ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ട്. മെഡിക്കൽ കെയർ അതിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ എന്താണ് പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഗുഡ് പബ്ലിക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ഇൻക്രീസ് പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിപ്പിക്കുന്നുണ്ട്. മോർ വിസിറ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്, അല്ലെ, പേഷ്യൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഡൗട്ട് വരാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ, എളുപ്പമല്ലേ ഇത്? ഓക്കെ, ഇനി എന്താണ് വാട്ട് ഈസ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്? എന്താണ് ചെക്ക് ലിസ്റ്റ്? എന്താ ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? എന്താ ചെക്ക് ലിസ്റ്റ്? ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും, അല്ലെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഹൗസ് കീപ്പിംഗിലാണെങ്കിൽ എന്തൊക്കെ നമ്മൾ വൃത്തിയാക്കണം, അടുത്തത് ഇത് കഴിഞ്ഞാൽ ഏതാണ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ലിസ്റ്റ് വഴി നമ്മൾ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു. അതിനെയാണ് ചെക്ക് ലിസ്റ്റ്. നമ്മൾ എഴുതി തയ്യാറാക്കണം ഓരോ കാര്യങ്ങളും, അല്ലെ, അതാണ് ചെക്ക് ലിസ്റ്റ്. ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. ലിസ്റ്റ് അനുസരിച്ച്, ലിസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്യണം. ഓക്കെ, നോക്കിയേ. A hospital housekeeping checklist is used by hospital housekeepers. So, hospital housekeepers ആണ് ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അടിയിലൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ആരാണ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? ആരാണ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്.
to encourage a sterilized environment in patient's room and avoid the spread of hospital acquired infection. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. പേഷ്യൻസിന്റെ റൂമുകള് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട്, അതുപോലെ തന്നെ എന്താണ്, അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അല്ലെ, ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് ഈ ചെക്ക് ലിസ്റ്റിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ചെക്ക് ലിസ്റ്റ് വഴി ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് തടയാനായിട്ട്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റൂം നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്, അണുമുക്തമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? ഹൗസ് കീപ്പേഴ്സ് ആണ്, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ പേഷ്യൻസിന്റെ റൂം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് തടയാനായിട്ടും. പിന്നെന്താണ്, the checklist has been formed to make it easier for hospitals to follow hospital housekeeping standards, operating procedure. നമ്മൾ പഠിച്ചിട്ടില്ലേ SOP? SOP എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഒരു എക്യുപ്മെന്റ്സ് എങ്ങനെ ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ള ആ പ്രൊസീജിയർ ആണ് എന്ത്, SOP എന്ന് പറയുന്നത്. ആ പ്രൊസീജിയർ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഓരോ കാര്യങ്ങൾ നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, എക്യുപ്മെന്റ്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളിൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്തിലുണ്ടാവും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ആ എക്യുപ്മെന്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ ഉണ്ടാകുന്നത്. അപ്പോ ഈ ചെക്ക് ലിസ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ക്ലീൻ ചെയ്യണ്ടേ. ഓക്കെ, such as high-touch surfaces, room zoning and cleaning path, അല്ലെ, ക്ലീനിങ് പാത്തുകള്, അതുപോലെ തന്നെ റൂം സോണിങ്സ്, അതുപോലെ എന്താണ് ഹൈ-ടച്ച് സർഫസ്, നമുക്ക് പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഈ SOPയിൽ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ചെക്ക് ലിസ്റ്റ് വഴി ഓരോന്നും നമ്മൾ ലിസ്റ്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്ത് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? സെക്കൻഡ് സെന്റൻസ് ഓക്കെ ആണ്. ഓക്കെ, ഇനി എന്താണ്, വിത്ത് സേഫ്റ്റി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ക്യാൻ ഈസിലി. നല്ലൊരു സേഫ്റ്റി ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ നല്ലൊരു സേഫ്റ്റി ആണ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെ. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കാരം. നല്ല രീതിയിൽ ആ സംസ്കാരം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് നല്ലൊരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഹൗസ് കീപ്പേഴ്സ് ആണ് ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസ് റൂം നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പടർന്നു പിടിക്കുന്ന ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ആ ചെക്ക് ലിസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ലിസ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ SOP വഴിയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? അതെങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സ് ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ലിസ്റ്റ് പ്രകാരം ഓരോ കാര്യങ്ങളും അവര് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നു. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയത്. എളുപ്പല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യൻസ് റൂം. പേഷ്യൻസ് റൂമിലെ ക്ലീനിങ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ നോക്കി, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. ഹാൻഡ്സ് എന്നുള്ളടത്ത് ഒരു കോം ഇടണം കേട്ടോ, ഒരു കോം ഇട്ട് കൊടുക്കാം. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വെയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. രണ്ട് രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഹാൻഡ്സ് നല്ല രീതിയിൽ വാഷ് ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ ഗ്ലൗസുകൾ ധരിക്കുക.
മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? പേഷ്യൻസ് റൂം ക്ലീൻ ചെയ്യുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്ലീനിങ് കാർട്ട്? കാർട്ട് എന്താ? കാർട്ട് എന്താ? Leave cleaning cart in hall. Set up a safety sign outside the door. കാർട്ട് എന്താ? മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഉന്തുവണ്ടി അല്ലെ? നമ്മളിപ്പോ ചിലപ്പോ ആ ഉന്തുവണ്ടിയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു റൂം അല്ലെങ്കിൽ പേഷ്യന്റ് ഇപ്പോ ഡിസ്ചാർജ് ആയി പോയാൽ എന്താണ് പേഷ്യൻസ് റൂമിൽ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരുമ്പോ ആ ഹാളില് ആ ഉന്തുവണ്ടി സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം, കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ മറ്റാരും പുറത്തുനിന്ന് ആ മുറിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറിന്റെ അവിടെ എന്ത് വയ്ക്കണം? സേഫ്റ്റി സൈൻസ്, സേഫ്റ്റി സൈൻ ബോർഡ് പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായ? നമ്മള് റേഡിയോളജി പഠിച്ചപ്പോ എന്ത് പറഞ്ഞു? റേഡിയോളജി അതിന്റെ ആ മുറിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകൾ അല്ലെ, സൈൻ ബോർഡ് സ്ഥാപിക്കണമെന്ന് പഠിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോ ആ രോഗി അല്ലെങ്കിൽ ആ പേഷ്യൻസിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അണുക്കളൊക്കെ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാം. ഓക്കെ, ഇനി എന്താണോ റേഡിയോളജി എന്ന് പറഞ്ഞപ്പോ റെഡ് ബൾബൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ, ഓർമ്മയുണ്ടല്ലേ അപ്പൊ? ഓക്കെ, ഇനി എന്താ? ഇൻസ്റ്റന്റ്ലി strengthen room vacant and reline trash cans. നമ്മൾ പറഞ്ഞല്ലേ എന്താണ് trash cans എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചവറ്റുകൊട്ടകൾ നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കുക, വേസ്റ്റുകളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ റൂം ക്ലീൻ ആക്കിയിടാം. അതുപോലെ തന്നെ റൂം നേരെയാക്കാം. സ്ട്രെയിറ്റൻ റൂം എന്നാണ് കേട്ടോ, നേരെയാക്കാം റൂം. ഇപ്പൊ ചിലപ്പോ എന്താ കട്ടിലോ അല്ലെങ്കിൽ മറ്റേ കസേരകളൊക്കെ നല്ല രീതിയിലല്ല വൃത്തിയേടാക്കി ഇടുന്നെങ്കിൽ അതൊക്കെ നേരെയാക്കാം, നല്ല ക്ലീൻ ആക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്താണ് ഈ ചവറ്റുകുട്ടകളൊക്കെ വേസ്റ്റ് കളഞ്ഞ് ശൂന്യമാക്കി വെക്കുക. വേക്കൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യമാക്കുക. ഓക്കെ, മനസ്സിലായോ? തേർഡ് പോയിന്റ്. ഒക്കെയാണ്. പിന്നെന്താണ് ഫോർത്ത് പോയിന്റ് നോക്കിയേ? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ചെയ്യുക. നമ്മള് എപ്പോഴും ഇങ്ങനെ തൊടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഹൈ ടച്ച് ആയിട്ടുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യാം. പിന്നെന്താണ്? ഡസ്റ്റ് എയർ വെന്റ്സ്. വെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റർ ആണ് കേട്ടോ, വെന്റിലേഷൻ ആണ് കേട്ടോ, എയർ വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തുടയ്ക്കുക. ലൈറ്റ്, അതുപോലെ ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോ സിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജനൽപ്പടികൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിടാം. ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തുടച്ചു മാറ്റാം. പിന്നെന്താ? സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ് സൈഡ് കമ്മോഡ്. കമ്മോഡ് എന്താണെന്നറിയോ? മലവിസർജന പാത്രം. അതൊക്കെ എന്ത് ചെയ്യാം? സ്റ്റെറിലൈസ് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ഇനി എന്താണ്? വൈപ്പ് ഡൗൺ കൗണ്ടർ ടോപ്സ്. കൗണ്ടർ ടോപ്സ് എന്ന് പറഞ്ഞാല് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസ്, നേരെയുള്ള സർഫസ്. അതുപോലെ എന്താ? ചെക്ക് ഫർണിച്ചേഴ്സ്, ഡിസിൻഫെക്ട് ഡോർ ഹാൻഡിൽസ്. ഇതൊക്കെ എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കുക. അതുപോലെ ഫർണിച്ചർ ഒക്കെ ചെക്ക് ചെയ്യാം, കറക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അതിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ കൗണ്ടർ ടോപ്സ് ഒക്കെ വൈപ്പ് ചെയ്യാം, തുടയ്ക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യൻസ് റൂമിൽ പറഞ്ഞത്. വായിച്ചു നോക്കിയേ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പോയിന്റ്? കമ്മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? മലവിസർജന പാത്രം കേട്ടോ, മലവിസർജന പാത്രം. ലാസ്റ്റ് പോയിന്റ് എന്താണ്? കൗണ്ടർ ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൊറിസോണ്ടൽ ആയിട്ട് എടുക്കുന്ന സർഫസസ് ഉണ്ടാവില്ലേ, നമുക്ക് തൊടാൻ പറ്റുന്ന നേരെയുള്ളത്,
വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നേരെ. നേരെയുള്ള ആ സർഫസസ് ഒക്കെ നല്ല രീതിയിൽ തുടയ്ക്കുക. അതുപോലെ ഫർണിച്ചർ ചെക്ക് ചെയ്യുക. അതുപോലെ എന്താണ് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാം, വ്യക്തമാക്കാം. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യൻസ് റൂം ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഹാൻഡ്സ് അല്ലെ, കൈകൾ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. അതുപോലെ ഗ്ലൗസ് ധരിക്കാം. പിന്നെന്താണ്, നമ്മൾ ഒന്ന് വണ്ടിയിലാണ് സാധനങ്ങൾ കൊണ്ടുവന്നത് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ മറ്റാരെങ്കിലും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറിന്റെ അവിടെ സൈൻ ബോർഡ്, സേഫ്റ്റി സൈൻ ബോർഡ് വെക്കണം. പിന്നെന്താണ്, റൂമൊക്കെ നേരെയാക്കിയിടാം. ചവറ്റുകൊട്ടകളൊക്കെ എന്ത് ചെയ്യണം, ക്ലീൻ ആക്കാം, ശൂന്യമാക്കി കൊടുക്കാം. അതുപോലെ ശൂന്യമാക്കിയിട്ട് വെക്കാം. അതുപോലെ എന്താണ്, ഹൈ ടച്ച് സർഫസസ് ഏരിയാസ്, നമുക്ക് പെട്ടെന്ന് നമ്മൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയൊക്കെ ക്ലീൻ ആക്കാം, സാനിറ്റൈസ് ചെയ്യാം. പിന്നെ അതുപോലെ വിൻഡോ, ജനൽപ്പടികള്, ടെലിവിഷൻ സെറ്റുകള്, ലൈറ്റ്, അതുപോലെ എന്താണ് എയർ വെന്റിലേഷൻ ഒക്കെ എന്ത് ചെയ്യണം, ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു മാറ്റാം. പിന്നെന്താണ്, മല വിസർജന പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യുകയും സ്റ്റെറിലൈസ് ചെയ്യുകയും വേണം. പിന്നെ ഡൗൺ കൗണ്ടർ ടോപ്സ് ചെക്ക്, ഫർണിച്ചേഴ്സ് ഡിസിൻഫെക്ട്, ഡോർ ഹാൻഡിൽസ് ഒക്കെ നല്ല രീതിയിൽ, കൗണ്ടർ ടോപ്സ് ഒക്കെ നല്ല രീതിയിൽ വൈപ്പ് ചെയ്യാം, തുടയ്ക്കുക, ചെക്ക് ചെയ്യാം. ഫർണിച്ചർ എന്തൊക്കെയുണ്ട്, എത്ര ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഫർണിച്ചറിന്. അതുപോലെ എന്താണ്, ഡോർ ഹാൻഡിൽസ് ഒക്കെ നല്ല രീതിയിൽ ഡിസിൻഫെക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും വാക്കുകൾ കിട്ടാത്തുണ്ടോ? പോയിന്റ്സ്? ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്. ഇനി ബാത്റൂമിന്റെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ, empty and sanitize trash can needed, replace linears. ഓക്കെ, കവേഴ്സ് എന്താണ്, എംപ്റ്റി ആക്കാം അല്ലെ. ട്രഷ് നമുക്കറിയാലോ, ചവറ്റുകുട്ടകള്, അതൊക്കെ സാനിറ്റൈസ് ചെയ്യാം, അത് എംപ്റ്റി ആക്കി കൊടുക്കുക, ശൂന്യമാക്കി കൊടുക്കുക. ഇനി എന്തെങ്കിലും ചവറ്റുകൊട്ടകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ചിലപ്പോ നാശമായിട്ട് പോയിട്ടുണ്ടാവും ചവറ്റുകൊട്ടകളൊക്കെ, എന്താണ് വേസ്റ്റ് കൊട്ടകള് എന്താണ് ചിലപ്പോ നശിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വെക്കാം, നല്ല പുതിയതൊരെണ്ണം എടുത്ത് വെക്കാം. അതുപോലെ എന്താ, സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, ലൈറ്റ് സ്വിച്ച് ഉണ്ടാക്കാം അവിടെ, ലൈറ്റ് സ്വിച്ച്. ഡോർ നോബ്സ്, ഹാൻഡ് റൈൽസ്, അതൊക്കെ സാനിറ്റൈസ് ചെയ്യാം. ലൈറ്റ് സ്വിച്ചുകള്, ഡോർ നോബ് എന്താ, നോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പടി. ഹാൻഡ് റൈൽസ് അറിയാലോ, ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ്, സിങ്ക്, ഇതൊക്കെ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബോൾ, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവൂലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഓക്കെയാണ് അല്ലെ. നമ്മള് ചവറ്റുകൊട്ടൊക്കെ എന്ത് ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം, ആവശ്യമെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വെക്കാം. പിന്നെന്താണ്, ലൈറ്റ് സ്വിച്ച്, ഡോറിന്റെ പടികള്, ഹാൻഡ് റൈൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ പിടിച്ചു കയറാനുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ ഷവേഴ്സ്, ടബ്സ്, സിങ്ക് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയും വേണം, സാനിറ്റൈസ് ചെയ്യുകയും വേണം. അതുപോലെ ടോയ്ലറ്റ് ബൗള്, അതുപോലെ എന്താ സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡിൽസ്, അതൊക്കെ എന്താ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം, ക്ലീൻ ആക്കാം. ഓക്കെ, ഇനി എന്താ, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലീൻ ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ഫസ്റ്റ് വൺ, make firm that the patient has been discharged and room vacant. എന്താണ്, ഇപ്പോ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയിപ്പോയി അല്ലെങ്കിൽ റൂം വേക്കന്റ് ആയിപ്പോയി,
അപ്പോ വേക്കൻറ്റ് ആയി പോയി എന്ന് ഉറപ്പുവരുത്താം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഡീറ്റെയിൽഡ് ക്ലീനിങ്ങിന് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞു അല്ലെങ്കിൽ റൂം വേക്കൻറ്റ് ആയി എന്ന് ഉറപ്പുവരുത്താം. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? മനസ്സിലായോ? ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ. പെർഫോം ഹാൻഡ് ഹൈജീൻ വെയർ ഗ്ലൗസ് എന്നാക്കണം കേട്ടോ അവിടെ. വെയർ ഗ്ലൗസ്. വെയർ ഗ്ലൗസ്. പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ഡോർ. എന്താണ്? നല്ല രീതിയിൽ ഹൈജീൻ ആക്കാം അല്ലെ? ഹൈജീൻ ആക്കാം. അതുപോലെ തന്നെ എന്താണ്? ഗ്ലൗസ് ധരിക്കാം. അതുപോലെ നമ്മൾ ശുചിയാക്കുമ്പോ ആ റൂം ശുചിയാക്കുമ്പോ വേറെ ആരെങ്കിലും കയറാതിരിക്കാൻ വേണ്ടിട്ട് ഡോറിൽ എന്ത് ചെയ്യണം? സൈൻ ബോർഡുകൾ വെക്കണം. സേഫ്റ്റി സൈൻ വെക്കാം. ക്ലിയർ ആയോ? ഫസ്റ്റ് പറഞ്ഞത് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി അല്ലെങ്കിൽ റൂം വേക്കൻറ്റ് ആയി എന്ന് ഉറപ്പുവരുത്തണം. സെക്കൻഡ് പറഞ്ഞത് എന്താണ്? നല്ല റൂം ശുചിയുള്ളതാക്കുക. അതുപോലെ തന്നെ ശുചിയാക്കാൻ വരുമ്പോ ഗ്ലൗസ് ധരിക്കണം. അതുപോലെ എന്താണ്? മറ്റ് പുറത്തുനിന്ന് നമ്മളിപ്പോ റൂം ശുചിയാക്കുമ്പോ പുറത്തുനിന്ന് ആരും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോറിന്റെ അവിടെ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാം. ഇനി എന്താണ്? ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്പ് ബോട്ടം ആൻഡ് സൈഡ്സ്. റീപ്ലേസ് കവർ. എന്താണ്? ഡിസ്ഇൻഫെക്ട് മാട്രസ് ടോപ്പ് അറിയാലോ. എന്താ മാട്രസ്? മാട്രസ് അറിയില്ലേ? എന്താ മാട്രസ്? കിടക്കാട്ടാ. കിടക്കകള് ബെഡ്. ബെഡൊക്കെ നല്ല രീതിയിൽ അണുവിമുക്തമാക്കാം. ആൻഡ് ടോപ്പും ആൻഡ് സൈഡും അതിന്റെ സൈഡുകള് അതുപോലെ അതിന്റെ അടിഭാഗങ്ങളൊക്കെ അപ്പൊ കീഴ്ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്റ്റ് ആക്കാം. അതുപോലെ റീപ്ലേസ് ചെയ്യാം. ബെഡ് കവർ പില്ലോ കവർ ഒക്കെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യാം. വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ. ടേൺ കുഷ്യൻസ് നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. വാക്വം എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഫർണിച്ചർ കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കാം. ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കാം. ഫർണിച്ചർ ഒന്നും കൂടി നല്ല വൃത്തിയാക്കാം. ഡസ്റ്റുകളൊക്കെ കളഞ്ഞ് പോളിഷ് ആക്കാം. അതുപോലെ കുഷ്യൻ നല്ല രീതിയിൽ ടേൺ ആക്കാൻ നേരെയാക്കിയിടാം. അതുപോലെ എന്താണ്? മലിനമല്ല അല്ലെങ്കിൽ മാലിന്യമുണ്ടോ അല്ലെങ്കിൽ മലിനമായി കിടക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രോപ്പർട്ടീസിനൊക്കെ ഡാമേജുകൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻസ്, നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. മനസ്സിലായില്ലേ? അത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് തൂത്തുവാരാ, അടിച്ചുവാരാ, വൃത്തിയാക്കാം. ഫർണിച്ചർ പോളിഷ് ചെയ്യാം. അതുപോലെ കുഷ്യൻസ് നേരെയാക്കി ഇടാം. മലിനമായി കിടക്കുന്നുണ്ടോ മറ്റു ഭാഗങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്തെങ്കിലും പ്രോപ്പർട്ടീസിനൊക്കെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഫിഫ്ത് പോയിന്റ് എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഏതൊക്കെയാണ്? വീൽ ചെയേഴ്സ് ഉണ്ടാവും. ചിലപ്പോ എന്താണ്? IV പോൾസ് എക്സെട്ര. IV പോൾസ് ഒക്കെ അറിയാലോ? അറിയില്ലേ? IV ക്യാനുല സ്റ്റാൻഡ് ഉണ്ടാവില്ലേ? അത് അറിയില്ലെങ്കിൽ ഒന്ന് നെറ്റിലൊന്ന് അടിച്ചു നോക്കിക്കോളൂ കേട്ടോ. മറ്റേ നമുക്ക് ക്യാനല കൊടുക്കുമ്പോ സ്റ്റാൻഡ് ഉണ്ടാവില്ലേ തൂക്കിയിടാനായിട്ട്? ഓക്കെ, IV സ്റ്റാൻഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്യുകയും ക്ലീൻ ആക്കുകയും ചെയ്യണം. പിന്നെന്താണ്? ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽസ് ഡിസ്പെൻസേഴ്സ് അല്ലെ? എന്താണ്? സോപ്പുകളൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ ടവൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ടിഷ്യൂസ് അതൊക്കെ എംപ്റ്റി ആണെങ്കിൽ അത് റീഫിൽ ചെയ്യാം. ഇനി എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്സ് വിത്ത് മോപ്സ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. എല്ലാ കാര്യങ്ങളും പേഷ്യന്റിന്റെ ബാത്റൂം തുടയ്ക്കുക, അടിക്കുക, അതുപോലെ തന്നെ എല്ലാ ഫ്ലോറുകളൊക്കെ നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്യാം. വായിച്ചു നോക്കിയേ, 3 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണോ? ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് വായിച്ചേ. എന്ത്? സ്റ്റാൻഡ് ട്ടാ. സ്റ്റാൻഡ് അറിയില്ലേ? ഈ
നമ്മള് എന്താണ് IV ക്യാനുലൊക്കെ കൊടുക്കില്ലേ നമ്മള് IV പോൾസ് ആ സ്റ്റാൻഡ് ഉണ്ടാവില്ലേ മക്കളെ മനസ്സിലായില്ലേ നിങ്ങക്ക് ആ സ്റ്റാൻഡ് സാനിറ്റൈസ് ചെയ്യാം ക്ലീൻ ആക്കാം നിങ്ങ ഡൗട്ട് ഉണ്ടോ വായിച്ചു നോക്കിയൊന്ന് അവിടെയുള്ള പേഷ്യൻസ് റൂമിന്റെ വീൽ ചെയർസ് ഒക്കെ ഉണ്ടാവുമല്ലോ ചില പേഷ്യൻസിനൊക്കെ അപ്പൊ അവര് പോകുമ്പോ വെക്കേറ്റ് ചെയ്യുമ്പോ ചിലപ്പോ അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ തന്നെ IV പോൾസ് അതൊക്കെ എന്ത് ചെയ്യാ ക്ലീൻ ആക്കിയിടാം മറ്റു പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട് ബൈസ്റ്റാൻഡർ ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ചിലപ്പോ എന്താണ് നടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ വരുമല്ലോ ഓക്കെ ആണോ ഡൗട്ട് ഉണ്ടോ ഇനി ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് ഓക്കെ ആണ് ഇനി നോക്കിയേ ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ് അതിനകത്ത് ഫസ്റ്റ് വൺ നോക്കിയേ cleaning up and sanitize surfaces contaminated by body fluid എന്നാണ് കേട്ടോ body fluids as per protocols ഏതൊക്കെയാണ് body fluids വരുന്നത് എക്സാമ്പിൾസ് പറയാൻ പറ്റോ body fluids ബ്ലഡ് പിന്നെ യൂറിൻ ഉണ്ടാവും പിന്നെ സലൈവ ഓക്കെ സലൈവ എന്താ അറിയില്ല എല്ലാവർക്കും സലൈവ കഫ് ഓക്കെ ഉമിനീര് ട്ടാ അറിയാത്തവര് സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീര് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓക്കെ എല്ലാവർക്കും അറിയാം ബോഡി ഫ്ലൂയിഡ്സിന്റെ അപ്പൊ എക്സാമ്പിൾ ആണ് സലൈവ കഫ് ഉണ്ടാവും യൂറിൻ ഉണ്ടാവും ബ്ലഡ് ഉണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പോ ഈ പ്രോട്ടോകോൾസ് അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായ സർഫേസുകൾ എന്ത് ചെയ്യണം ക്ലീൻ ആക്കാം ആൻഡ് സാനിറ്റൈസ് ചെയ്യാം പ്രോട്ടോകോൾസ് പ്രകാരം അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായ സർഫേസുകള് ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം ഫസ്റ്റ് പോയിന്റ് ആണത് ക്ലിയർ ആയോ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചുകൊണ്ട് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായ സർഫേസുകള് ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം ഇനി എന്താണ് റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് അതവിടെ രണ്ടെന്ന് കേട്ടോ വൺ നമ്മൾ പറഞ്ഞു ഈ സെക്കൻഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ സെക്കൻഡ് പോയിന്റ് ആണ് ഇപ്പൊ പറയുന്നത് റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാ വരാ പറഞ്ഞു നോക്കിയൊന്ന് എക്സാമ്പിൾസ് ടൈപ്പ് നീഡില് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലെ ബ്ലേഡ് ഉണ്ടാവും അതുപോലെ എന്താ ഗ്ലാസ്സുകൾ അല്ലെ പൊട്ടിയ ഗ്ലാസ് അപ്പൊ പൊട്ടിയ ഗ്ലാസ് ബ്ലേഡ് നീഡിൽസ് കത്തികളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കത്രിക
അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത പൊട്ടിയ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മളൊരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ഇടും. ആ പാത്രം മുക്കാ ഭാഗം നിറയുമ്പോ അതെന്ത് ചെയ്യണം റീപ്ലേസ് ചെയ്യണം, വേറെ പാത്രം അവിടെ സ്ഥാപിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പൊട്ടിയ ഗ്ലാസ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല, അതുപോലെ മൂർച്ചയില്ലാത്ത കത്രിക ബ്ലേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ നിക്ഷേപിക്കും. ആ പാത്രം ഒരു മുക്കാൽ ഭാഗം നിറഞ്ഞു കഴിയുമ്പോ വേറെ പാത്രം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി എന്താണ് തേർഡ് വൺ നോക്കി, കൺഫേം എന്നാക്കണേ. കൺഫേം എന്നാക്കാട്ടോ അവിടെ. കൺഫേം ഫ്ലോർസ് ആർ ഫ്രീ ഓഫ് debris and tripping hazards. debris എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? debris എന്ന് പറഞ്ഞാല് അവശിഷ്ടങ്ങൾ കേട്ടോ, അവശിഷ്ടങ്ങള്. അതുപോലെ ട്രിപ്പിംഗ് ഹസാർഡ്സ്, ഇപ്പോ എന്താണ് തെന്നി പോകുന്ന വല്ലതൊക്കെ ആ ഫ്ലോറിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതാണ് ട്രിപ്പിംഗ്. അപകടകരമായിട്ടുള്ള തെന്നിപ്പോകുന്ന ഐറ്റംസ് എന്തെങ്കിലും അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, ഭക്ഷണത്തിന്റെയോ മറ്റു സാധനങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിബ്രിഡ്സ് എന്ന് പറഞ്ഞാല് ഡിബ്രിസ് അവശിഷ്ടങ്ങൾ. അപ്പൊ അവശിഷ്ടങ്ങളാവാം, അല്ലെങ്കിൽ എന്താണ് തെന്നിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, ആ ഫ്ലോറിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കി ഫ്ലോറ് ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തണം. അതാണ് തേർഡ് പോയിന്റ്. മനസ്സിലായോ? തെന്നിപ്പോകുന്ന സാധനങ്ങൾ, അപകടകരമായിട്ടുള്ള സാധനങ്ങള്, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ, എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കി സാനിറ്റൈസ് ചെയ്ത് ആ ഫ്ലോറ് ഫ്രീ ആണെന്ന് കൺഫേം ചെയ്യാം. ഓക്കെ ആണോ? ഇനി എന്താണ് ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. എന്താണ് സ്പിൽസ് എന്ന് പറഞ്ഞാല്? ഒഴുകിക്കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ആ ഫ്ലോർസിലോ അല്ലെങ്കിൽ ഫർണിച്ചറിലൊക്കെ ഒഴുകിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ? ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കുക. സ്പിൽസ് കിട്ടിയോ? ഒഴുകിക്കിടക്കുന്ന കേട്ടാ, ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴുകിക്കിടക്കുന്നുണ്ടെങ്കിൽ ഫ്ലോർസിലോ അല്ലെങ്കിൽ ഫർണിച്ചറിലൊക്കെ എന്തെങ്കിലും ഒഴുകിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇമ്മീഡിയറ്റ്ലി ക്ലീൻ ആക്കണം. ഫിഫ്ത് പോയിന്റ് നോക്കി, കീപ് ആൻ ഐ ഓൺ ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ലെഫ്റ്റ് ബൈ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. വിസിറ്റേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് ഒക്കെ വല്ലതും ഉപേക്ഷിക്കില്ല, അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കും. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഡയപ്പേഴ്സ് അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ്, അതുപോലെ പല മരുന്നുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, അതിലൊന്ന് ശ്രദ്ധ കൊടുക്കുക. പിന്നെന്താണ് കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റേരിയ സ്റ്റാഫ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയർസ്. ഇതാണ് കഫറ്റേരിയ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരാ? കഫറ്റേരിയ സ്റ്റാഫ് അറിയോ ആരാന്ന്? ക്യാൻറ്റീൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ക്യാൻറ്റീനില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ ഭക്ഷണശാലയിലൊക്കെ, അവരെയാണ് കേട്ടോ. അപ്പൊ അവരെ എന്ത് ചെയ്യണം? അവരോട് കൂടി എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ ക്ലീൻ ആക്കേണ്ടതുണ്ടല്ലേ. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നല്ല വൃത്തിയില് ക്ലീനില് സാനിറ്റൈസ് ചെയ്തിടണം എല്ലാ കാര്യങ്ങളും. അപ്പൊ അവിടെയും എന്ത് ചെയ്യണം? അവര് ആ സ്റ്റാഫുകളോട് ചേർന്നുകൊണ്ട് കോർഡിനേറ്റ് ആയിട്ട് പ്രവർത്തിച്ച് എന്താ ചെയ്യാ? അവിടേക്ക് ക്ലീൻ ആക്കാം, സാനിറ്റൈസ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി എന്താണ് ചെക്ക് സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻലിനെസ് ആൻഡ് സയൻസ് ഓഫ് ഇൻസെക്ട് ഓർ റോഡൻസ്. ആരാ റോഡൻസ്? ക്യാൻറ്റീൻ സ്റ്റാഫ്. റോഡൻസ് ആരാ? റോഡൻസ് എന്താ? റോഡൻസ് എന്താ? എലികളല്ലേ, ഇൻസെക്റ്റുകള്, എലികളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭക്ഷണ സാധനങ്ങളാവാം, അല്ലെങ്കിൽ വേറെ വല്ല ഐറ്റംസുകളൊക്കെ ആവാം അല്ലെ. ഹോസ്പിറ്റലുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് ഏരിയയില് ചിലപ്പോ എലി കരണ്ടതില്ല, അങ്ങനെയുള്ളത് സംഭവിക്കില്ലേ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള അതൊന്നും സംഭവിക്കാതെ അവരെയൊക്കെ
ഒഴിവാക്കിയിട്ട് എലിയൊന്നും വരാതെ, അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ, ഇൻസെക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ചെറിയ പ്രാണികൾ അല്ലെ, അതൊന്നും വരാതെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആക്കിയിടണം. ഇനി എന്താണ്, അപ്ലൈ ഹൈലി stringent cleaning and sanitizing procedures to avoid the spread of germs and bacteria. എന്താ പറയുന്നത്, ബാക്ടീരിയ അല്ലെങ്കിൽ ജെംസ് ഒക്കെ സ്പ്രെഡ് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കർശനമായി, stringent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായി സാനിറ്റൈസിങ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ജെംസ് അതുപോലെ ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് കർശനമായി സാനിറ്റൈസിങ് പ്രൊസീജിയർ അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യും, സാനിറ്റൈസ് ചെയ്യും വേണം. ആ പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം അവിടെ. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ, ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള എല്ലാ ഏരിയാസും, സർഫസസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയാസും എന്ത് ചെയ്യണം, ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും വേണം. അതുപോലെ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പൊട്ടിയ ഗ്ലാസ് അല്ലെങ്കിൽ ഇപ്പം കത്തി, മുറിച്ചില്ലാത്ത കത്തി, കത്രികയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ആ പാത്രത്തിലും ആ ഭാഗം നിറഞ്ഞു കഴിയുമ്പോ അത് റീപ്ലേസ് ചെയ്ത് വെക്കാം. പിന്നെ എന്താണ്, അവശിഷ്ടങ്ങള് അതുപോലെ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ അവിടെ കിടന്നു കഴിഞ്ഞാൽ, ആ ഫ്ലോറിൽ കിടന്നു കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കി ഫ്ലോറ് ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ എന്താണ് പറഞ്ഞത്, സ്പിൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒഴുകിക്കിടക്കുന്ന അല്ലെ, സ്പിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിക്കിടക്കുന്ന ഫ്ലോറിലോ അല്ലെങ്കിൽ ഫർണിച്ചറിലോ എന്തെങ്കിലുമൊക്കെ ഒഴുകിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ക്ലീൻ ആക്കാം. പിന്നെന്താണ്, പേഷ്യൻസോ വിസിറ്റേഴ്സോ വരുമ്പോ അവരുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ അവർ മറന്ന്, അല്ലെങ്കിൽ മറന്നല്ല, എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താ പറഞ്ഞത്, നമ്മള് ക്യാൻറ്റീൻ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെയും നമ്മൾ ക്ലീൻ ആക്കണം. ഭക്ഷണം കൊടുക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ക്ലീനിങ് ആവശ്യമാണ്. അപ്പൊ നല്ല രീതിയിൽ ആ സ്റ്റാഫുകളോട് കൂടി ചേർന്ന് അവരും ആയിട്ട് എന്ത് ചെയ്യാം, ക്ലീനിങ് നടത്താം, സാനിറ്റൈസ് ചെയ്യാം എല്ലാ ഏരിയാസും. പിന്നെന്താണ്, സ്റ്റോറേജ് ഏരിയ ക്ലീനിങ് ആണെന്ന് ഉറപ്പുവരുത്താം. അല്ലെങ്കിൽ എന്താണ്, ചില പ്രാണികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ എലികളൊക്കെ, എലിശല്യമൊക്കെ വരാം. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഏരിയ ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്താം. പിന്നെന്താണ്, ജെംസ് അല്ലെ അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ പടർന്നു പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കർശനമായിട്ട് സാനിറ്റൈസിങ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഇത്രയും വരെ നാളെ വരുമ്പോ വായിച്ചിട്ട് വരാട്ടോ. ഓക്കെ, ജസ്റ്റ് കുറച്ചും കൂടി നമുക്ക് എടുക്കാനുള്ളൂ കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇത്രയും പറഞ്ഞതില്? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.